കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 നില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ചു. മകൾക്കൊപ്പം ചികിത്സയ്ക്കെത്തിയ കൂട്ടിരിപ്പുകാരിയായ അമ്മയാണ് മരിച്ചത്. കൃത്യസമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നുള്ള ഗുരുതരമായ ഒരു അനാസ്ഥ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അവിടെ കൃത്യസമയത്ത് എത്തിയ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും അടക്കം സംഭവിച്ചു. അത് ആ ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് വഴിവെച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു അപകട സ്ഥലം സന്ദർശിക്കാനായി മുഖ്യമന്ത്രി എത്തി. പക്ഷേ അവിടെ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു ഉണ്ടായത്. അപകട സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോയില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് മുഖ്യമന്ത്രിയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. പക്ഷേ ആശുപത്രിയിലേക്ക് വരുന്ന വിവരം ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നില്ല. മുഖ്യമന്ത്രി മടങ്ങുന്ന സമയത്താണ് പ്രതിഷേധമുണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിനോജ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. കൃത്യസമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നുള്ള ഗുരുതരമായൊരു വിഷയം ഈ പ്രതിഷേധക്കാരെല്ലാം ഉന്നയിക്കുന്നുണ്ട്. അത് നടന്നില്ല എന്നുള്ളത് നമ്മളും കണ്ടതാണ്. 10:00 ഒരു അപകടം സംഭവിക്കുന്നു. 2 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതും സ്ത്രീയെ പുറത്തെടുക്കുന്നതും അതിന് പിന്നാലെ മരണം സംഭവിച്ചു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത എത്തുന്നതും. ആ ഒരു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ മുഖ്യമന്ത്രി മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കായി അവിടെ എത്തിയ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. പക്ഷേ ഈ ഒരു പ്രതിഷേധത്തിന്റെയൊക്കെ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. അതുകൊണ്ട് അപകട സ്ഥലം സന്ദർശിക്കാൻ പോലും മുഖ്യമന്ത്രി നിന്നില്ല. അതെ ഹിമ, മുഖ്യമന്ത്രി വന്ന് ഒരു 10 മിനിറ്റ് മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സമയം ചെലവഴിച്ചത്. അകത്ത് കയറി പ്രിൻസിപ്പളുമായി നമ്മൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടെ മന്ത്രി വി എൻ വാസവനോ വീണ ജോർജോ ആരെങ്കിലും ഉണ്ടാവുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം മുഖ്യമന്ത്രിയാണ് അകത്തോട്ട് കയറിപ്പോയത്. മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്താണ് നിന്നത്. എന്തായാലും വളരെ പെട്ടെന്നായിരുന്നു മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നത് സംബന്ധിച്ച ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സാധാരണ മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് പരിപാടിയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതാണ്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നു. പക്ഷേ കനത്ത ഒരു പ്രതിഷേധമൊക്കെ വൈകിട്ടാകാം ഇത്തരത്തിലൊരു പെട്ടെന്നൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ നടന്ന 10:30 മുതൽ നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ വിവിധ സംഭവങ്ങൾ, പ്രത്യേകിച്ച് 10:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. നമ്മൾ ആദ്യ സമയത്ത് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പലരും ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു അപകടം നടന്നു എന്ന് പറയുന്നു. 11 മണിയോടുകൂടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇവിടേക്ക് എത്തുന്നു. തൊട്ട് പിന്നാലെ തന്നെ മന്ത്രി വി എൻ വാസവൻ എത്തുന്നു, വീണ ജോർജ് എത്തുന്നു. അവരെല്ലാം മറുപടി ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണങ്ങൾ. അവർ പറയുന്നത് 3 പേർക്ക് ചെറിയ രീതിയിൽ അപകടം മാത്രമാണ് ഉള്ളത്. ഇവിടെ അങ്ങനെ ആരും ഉപയോഗിക്കാത്തൊരു കെട്ടിടമായിരുന്നു. പിന്നീട് അവിടെ മറ്റാരും തന്നെ ഈ അതിനടിയിലില്ല, കോൺക്രീറ്റ് കെട്ടിടത്തിന് അടിയിലില്ല എന്നൊരു രീതിയിലുള്ള മറുപടി, ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടിയൊക്കെ ലഭിക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ഒരു താല്പര്യത്തോടെ വന്നു നിന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ തിരികെ പോകും. കാരണം ഇതിൻ്റെ അടിയിൽ ഇനി ആരും ഇല്ല എന്ന തരത്തിലോട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം, ഓർക്കണം, ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നത് മന്ത്രിയാണ്. ഈ സ്ഥലത്തെ MLA കൂടിയ മന്ത്രി വി എൻ വാസവനാണ്. കൊച്ചിയിൽ എറണാകുളത്ത് ആരോഗ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി നടക്കുന്നു. ഒപ്പം കോഴിക്കോട്ടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം സ്ക്രീനിൽ കാണുന്നുണ്ട്. കൊച്ചിയിൽ, കോട്ടയത്ത്, തിരുവനന്തപുരത്ത് സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുകയാണ്.